ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ അതിർത്തിയിൽ സുരക്ഷ ശക്തമാണ്. കശ്മീരിൽ ഭീകരവിരുദ്ധ നടപടികൾ ശക്തമാക്കി ഇന്ത്യ. പീർ പഞ്ചൽ കേന്ദ്രീകരിച്ച് അന്വേഷണം നടക്കുകയാണ്. ഇന്ത്യക്കും പാകിസ്ഥാനും ഇടയിലെ ഭിന്നത രൂക്ഷമാകുമ്പോൾ ശ്രീനഗറിലെ സർക്കാർ മെഡിക്കൽ കോളേജ് അടക്കമുള്ള ആശുപത്രികൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിരിക്കുകയാണ് സർക്കാർ. ജീവനക്കാരുടെ അവധി അടക്കം നിയന്ത്രിക്കണമെന്നാണ് നിർദ്ദേശം. അടിയന്തര സാഹചര്യം നേരിടാൻ തയ്യാറായി നിൽക്കണമെന്നും അറിയിപ്പ് പറയുന്നുണ്ട്. കൂടുതൽ വിശദാംശങ്ങളുമായി കെ പ്രശാന്ത് ചേരുന്നുണ്ട്. പ്രശാന്ത്, സൂചിപ്പിച്ച പോലെ തന്നെ ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ കൂടുതൽ സുരക്ഷ ശക്തമാക്കുകയാണ് രാജ്യം. നടപടികൾ കടുപ്പിക്കുന്നു. നിലവിലെ ഒരു സാഹചര്യത്തിൽ അതിർത്തിയിൽ എങ്ങനെയാണ്? നമ്മുടെ പഹൽഗാം സംഭവത്തിൽ ശക്തമായ മറുപടി തിരിച്ചടി നൽകാൻ തന്നെയാണ് രാജ്യം തീരുമാനിച്ചിട്ടുള്ളത്. ഇതിന്റെ ഭാഗമായി തന്നെയാണ് സൈനിക നീക്കങ്ങൾ ശക്തമാക്കിയിട്ടുള്ളത്. കൂടുതൽ സേനാ വിന്യാസങ്ങൾ അതിർത്തി മേഖലയിലാകെ തന്നെ നടത്തുന്നുണ്ട്. ഒപ്പം തന്നെ നിലവിൽ ഈ ആക്രമണം നടത്തിയ ഭീകരരെ കണ്ടെത്താൻ, അവർക്ക് സഹായം നൽകിയ ആളുകളെ കണ്ടെത്താനുള്ള നീക്കവും ഇതിനോടൊപ്പം തന്നെ മുന്നോട്ട് പോകുന്നു. അതിന്റെ ഭാഗമായുള്ള പരിശോധനകളും ഒപ്പം തന്നെ നിരീക്ഷണവും ശക്തമായി തന്നെ മുന്നോട്ട് പോകുന്നു. ഏതായാലും ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരമനുസരിച്ചാണ് പീർ പഞ്ചാലിന്റെ വടക്കൻ മേഖലയിൽ കേന്ദ്രീകരിച്ച് കൂടുതൽ തീവ്രവാദി ഭീകര സാന്നിധ്യമുണ്ട് എന്ന് തന്നെയാണ് വിലയിരുത്തപ്പെടുന്നത്. ഭീകര സാന്നിധ്യമാണ് ഇപ്പോൾ അവിടെ സ്ഥിരീകരിക്കപ്പെടുന്നത്. അതിൽ 30 പേർ വിദേശത്ത്, അതായത് ഒരുപക്ഷെ പാകിസ്ഥാനോ അതിനോട് ചേർന്നുള്ള പ്രദേശങ്ങളിൽ നിന്നോ ഉള്ളവരാണ് എന്ന തരത്തിൽ തന്നെയാണ് പോകുന്നത്. പ്രാദേശികമായി ഇവർക്ക് സഹായം കൊടുക്കുകയോ അല്ലെങ്കിൽ ഇവർ പരിശീലനം നൽകുകയോ ചെയ്ത ഭീകരർ കൂടി ഈ പ്രദേശത്തുണ്ട്. അങ്ങനെയാണ് 80 പേരെന്നുള്ളതാണ് സൈനിക വൃത്തങ്ങൾ അല്പസമയം മുമ്പ് സ്ഥിരീകരിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ വന്നിട്ടുള്ളത്. ഏതായാലും ഈ മേഖല കേന്ദ്രീകരിച്ച് ഇവിടെ നിന്നാണ് കൂടുതൽ റിക്രൂട്ട്മെന്റ് കശ്മീർ താഴ്വരയിലടക്കം നടക്കുന്നത് എന്ന് തന്നെയാണ് വ്യക്തമാക്കുന്നത്. മാത്രമല്ല ഉന്നത ഉദ്യോഗസ്ഥർ തന്നെ വ്യക്തമാക്കുന്നത് സാധാരണ ജനങ്ങളെ കേന്ദ്രീകരിച്ച് ആക്രമണം നടത്താനുള്ള പദ്ധതിയാണ് ഇപ്പോൾ ഭീകരർ ഇട്ടിരിക്കുന്നത്. കാരണം സുരക്ഷ ശക്തമാണ്. പക്ഷേ ആ സുരക്ഷ ശക്തമാകുമ്പോഴും അതിൽ പ്രധാനപ്പെട്ട ആളുകൾക്ക് കൂടുതൽ സുരക്ഷയുണ്ട്. അത് ഒഴിവാക്കുകയും ഒപ്പം തന്നെ രാജ്യത്ത് ഒരു അസ്ഥിരത സൃഷ്ടിക്കുകയും ചെയ്യുക എന്ന് തന്നെയാണ് ഭീകരർ ഉദ്ദേശിക്കുന്നത്. അതിന്റെ ഭാഗമായാണ് വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നെത്തിയ നിരായുധരായ സാധാരണ മനുഷ്യരെ കേന്ദ്രീകരിച്ച് ഇത്തരമൊരു ആക്രമണം നടത്താൻ പദ്ധതി ഇട്ടിരിക്കുന്നത് എന്ന് തന്നെയാണ് വ്യക്തമാക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ ഇപ്പോൾ പ്രധാന ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ, വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ കേന്ദ്രീകരിച്ച് അവിടുത്തെ സെക്യൂരിറ്റി, അവിടുത്തെ സുരക്ഷാ സംവിധാനങ്ങളെല്ലാം തന്നെ ഓഡിറ്റ് ചെയ്യാനുള്ള നിർദ്ദേശം ഇപ്പോൾ നൽകിയിട്ടുണ്ട്. ആ ഒരു നടപടിയാണ് ഇപ്പോൾ ഈ ഘട്ടത്തിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഏതൊക്കെ മേഖലകളിലാണ് ഇനി സുരക്ഷ വർദ്ധിപ്പിക്കേണ്ടത്? കാരണം ഈ ആക്രമണം നടന്ന സ്ഥലത്തെന്ന് പറഞ്ഞാൽ 40 കിലോമീറ്റർ അകലെ കൃത്യമായ നിരീക്ഷണ സംവിധാനവും പോലീസ് സേനയുടെ ഔട്ട് പോസ്റ്റും ഒക്കെ ഉള്ള സ്ഥലമാണ്. അപ്പോൾ ആ മേഖലകൾ മാറി നിന്നുകൊണ്ട് കൂടുതൽ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ സാധാരണ ആളുകൾ, ജനങ്ങളെല്ലാം തന്നെ എത്തുന്ന പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ച് ഒരു ആക്രമണം നടത്തുക എന്ന് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. അത് തന്നെയാണ് ഇപ്പോൾ നടപ്പിലാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് അത്തരം സ്ഥലങ്ങൾ കണ്ടെത്തുകയും ജനങ്ങൾ കൂടുതലായി എത്തുകയും വിനോദസഞ്ചാര മേഖലയ്ക്ക്, പ്രത്യേകിച്ച് അവധിക്കാലമാണ്, ആ ഒരു സമയത്തേക്ക് എത്തുന്ന സ്ഥലങ്ങൾ കണ്ടെത്തി അവിടെ സുരക്ഷ ശക്തമാക്കുകയും ഏതെങ്കിലും തരത്തിൽ മറ്റ് സംവിധാനങ്ങൾ ഒരുക്കേണ്ടതുണ്ടോ തുടങ്ങിയ കാര്യങ്ങൾ കൃത്യമായി തന്നെ പരിശോധിക്കുകയും ചെയ്യും എന്നുള്ളതാണ് ഒരു വസ്തുത. മറ്റൊന്ന്, സേനാ വിന്യാസങ്ങൾ തന്നെയാണ്. കൂടുതൽ സേനയെ ഇപ്പോൾ അതിർത്തിയിലേക്ക് വിന്യസിച്ചിട്ടുണ്ട്. ഇന്ത്യൻ തിരിച്ചടി ഭയന്നുകൊണ്ട് പാകിസ്ഥാനും അത്തരമൊരു നീക്കം നടത്തിയതായാണ് ഇപ്പോൾ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. കൂടുതൽ സേനയെ പാകിസ്ഥാനും ഇപ്പോൾ അതിർത്തിയോട് ചേർന്ന് വിന്യസിച്ചിട്ടുണ്ട്. ഏതായാലും അതിഗുരുതരമായൊരു സാഹചര്യം അതിർത്തി പ്രദേശങ്ങളിലാകെ തന്നെ ഉണ്ടാകുന്നുണ്ട്. വെടിനിർത്തൽ കരാർ അടക്കം തന്നെ പിൻവലിക്കുന്ന അടക്കമുള്ള കാര്യങ്ങളിലേക്ക് നിലവിൽ രാജ്യം പോകുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. സിന്ധു നദീതല കരാർ അടക്കം പിൻവലിക്കുകയും ചെയ്തിരിക്കുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇപ്പോൾ ഒരു തുള്ളി വെള്ളം പോലും പാകിസ്ഥാന് നൽകില്ല എന്ന് രാജ്യം വ്യക്തമാക്കിയിട്ടുണ്ട്. കാരണം പാകിസ്ഥാനെ സംബന്ധിച്ച് ഈ കരാർ റദ്ദാകുന്നതോടെ അവരുടെ സംവിധാനങ്ങൾ മുഴുവൻ പാടെ തകരുന്ന ഒരു സാധ്യത ഉണ്ടാകും. പ്രത്യേകിച്ച് 100% വെള്ളം എന്ന നിലയിൽ നിന്ന് 80%-ഓളം ഈ സിന്ധു നദിയിൽ വെള്ളം പാകിസ്ഥാനാണ് ഉപയോഗിക്കുന്നത്. അവിടെ കാർഷിക ഉൽപ്പന്നങ്ങൾ, കാർഷിക വികസനത്തിനും ഒപ്പം തന്നെ കൃഷിക്കും അതോടെ തന്നെ പ്രധാനമായും അവർ ഉപയോഗിക്കുന്നത് വൈദ്യുതി ഉൽപ്പാദനത്തിനും മറ്റുമാണ്. 23%-ഓളം ഈ ജലം ഉപയോഗിക്കുന്നത് കാർഷിക വിഭവങ്ങൾ ഉൽപ്പാദിപ്പിക്കാൻ തന്നെയാണ്. അതുകൊണ്ട് തന്നെ പാകിസ്ഥാനെ സംബന്ധിച്ച് അത് വലിയ തിരിച്ചടിയാണ്. മാത്രമല്ല പാകിസ്ഥാന്റെ വരുമാനത്തിന്റെ 25%-ഓളം കാർഷിക ഉൽപ്പന്നങ്ങൾ തന്നെയാണ് ഉണ്ടാകുന്നത്. അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായും സാമ്പത്തികമായി കൂടി പാകിസ്ഥാനെ പ്രതിരോധത്തിലാക്കാൻ തന്നെയാണ് രാജ്യം തീരുമാനിച്ചിട്ടുള്ളത്. അതിന്റെ കൂടി നടപടി തന്നെയാണെങ്കിൽ ഒരു തരത്തിലും, അതായത് നയതന്ത്രപരമായി സൈനികപരമായും ഒരു തരത്തിലും വിട്ടുവീഴ്ച വേണ്ട എന്ന് തന്നെയാണ് ഈ ഘട്ടത്തിൽ രാജ്യം തീരുമാനിച്ചിട്ടുള്ളത്. കൂടുതൽ യോഗങ്ങൾ നടക്കും. ഇത് പ്രധാനമന്ത്രി റാലിയെ അഭിസംബോധന ചെയ്യുന്നത്. അപ്പോൾ രാജ്യത്തിന്റെ കൂടുതൽ നിലപാടുകൾ മുന്നോട്ട്
മുന്നോട്ട് വെക്കുമെന്ന് തന്നെ നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതോടൊപ്പം തന്നെയാണ് പ്രാദേശികമായി ഏതൊക്കെ തരത്തിൽ സഹായങ്ങൾ ഈ ഭീകരവാദികൾക്ക് ലഭിച്ചിട്ടുണ്ട് എന്ന സംബന്ധിച്ചുള്ള കൃത്യമായ പരിശോധന ഈ ഘട്ടത്തിൽ നടത്തുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ എല്ലാ മേഖലകളിലേക്കും പരിശോധനകൾ മുന്നോട്ട് പോവുകയാണ്. ഭീകരർ ഒളിച്ചിരിക്കാൻ സാധ്യതയുള്ള വീടുകൾ അല്ലെങ്കിൽ ഏതെങ്കിലും അത്തരം പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടുള്ള നേരത്തെ രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങളിലോ മറ്റു റാലികളിലോ ഒക്കെ തന്നെ പങ്കെടുത്ത ആളുകൾ, അവരുടെ വീടുകൾ, അത് കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം ഈ ഘട്ടത്തിൽ മുന്നോട്ട് പോകുന്നുണ്ട്. അവരുടെ പ്രശാന്ത് പറഞ്ഞ പോലെ തന്നെ കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി അടക്കം പറഞ്ഞത് ഭീകരതയെ വേരോടെ പിഴുതെറിയുമെന്നാണ്. ഇപ്പൊ സൂചിപ്പിച്ച പോലെ തന്നെ വീടുകളിലടക്കം പരിശോധന നടക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ജമ്മുവിന്റെ അതിർത്തി, ജമ്മു കശ്മീരിലെ അതിർത്തി നിയന്ത്രണ രേഖകളിൽ അടക്കമുള്ള പ്രാദേശിക ഇടങ്ങളിൽ NIA പരിശോധന ശക്തമാക്കുന്നു. ആയുധക്കടത്ത് സംശയിച്ചാണ് പരിശോധന എന്നത് അടക്കമുള്ള റിപ്പോർട്ടുകളൊക്കെ പുറത്തു വരുന്നുണ്ടല്ലോ. ആ രീതിയിൽ എത്രത്തോളം ജാഗ്രതയോടു കൂടിയാണ് മുന്നോട്ട് പോകുന്നത്? ഇന്നലെ പഞ്ചാബിലടക്കം അമൃത്സറിലും മറ്റു പ്രദേശങ്ങളിലും ഒപ്പം തന്നെ അതിർത്തി പങ്കിടുന്ന ചില മേഖലകളിലും ഇത്തരത്തിൽ പരിശോധന മുന്നോട്ട് പോയിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ തോക്കുകളും മറ്റ് RDX അടക്കമുള്ള മറ്റ് സ്ഫോടക വസ്തുക്കളും എല്ലാം തന്നെ കണ്ടെത്തുകയൊക്കെ ചെയ്തിരുന്നു. അതിർത്തി കേന്ദ്രീകരിച്ച് കൂടുതൽ പരിശോധന നടക്കുന്നതിൽ നിന്ന് ലഭ്യമാകുന്ന വിവരങ്ങൾ അനുസരിച്ച് കൂടുതൽ സ്ഫോടക വസ്തുക്കൾ ഇത്തരത്തിൽ രാജ്യത്തിനകത്തേക്ക് എത്തിയിട്ടുണ്ട്, അതിർത്തി മേഖലകൾ കേന്ദ്രീകരിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ്. അത് പല വിധത്തിലാണ് രാജ്യത്തിനകത്തേക്ക് എത്തിക്കുന്നത്. നമുക്കറിയാം, ഒരു ഘട്ടത്തിൽ ചെറിയ ഡ്രോണുകൾ ഉപയോഗിച്ച് അത് നിരീക്ഷണത്തിന്റെ ഭാഗമായാണെന്ന് നമ്മൾ തെറ്റിദ്ധരിച്ചിരുന്നു. പക്ഷേ ആ ഡ്രോണുകൾ ഉപയോഗിച്ച് മയക്കുമരുന്നും ഒപ്പം തന്നെ മറ്റ് സ്ഫോടക വസ്തുക്കളും ചെറിയ പൊതികളാക്കി അതിർത്തി കടത്തി ഇടുന്ന ഒരു സംവിധാനം ഉണ്ടായിരുന്നു. ആ ഡ്രോണുകൾ പിന്നീട് പലപ്പോഴായി സേനാ വിഭാഗങ്ങൾ വെടിവെച്ചിടുന്ന സാഹചര്യം ഉണ്ടാകുന്നു. പക്ഷേ അപ്പോഴേക്കും ഈ സ്ഫോടക വസ്തുക്കൾ അതിന്റെ പ്രധാന കേന്ദ്രങ്ങളിലേക്ക് എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കി വെച്ചിരുന്നു. അങ്ങനെ ചില സാഹചര്യങ്ങൾ കൂടി കണക്കിലെടുക്കുന്നുണ്ട്. അതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് അതിർത്തി കേന്ദ്രീകരിച്ച് ഇത്തരം സ്ഫോടക വസ്തുക്കളോ ആയുധങ്ങളോ കടത്തുന്ന തരത്തിലുള്ള കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ ആ പരിശോധന ഒരു വശത്തുകൂടി മുന്നോട്ട് പോകുന്ന. മറ്റൊന്ന്, നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ പ്രാദേശികമായുള്ള സഹായങ്ങൾ തന്നെയാണ്. അതായത് പ്രത്യേക പദവി എടുത്തു കളഞ്ഞ ശേഷം അവിടുത്തെ ജനങ്ങൾ സമാധാനത്തോടെ മുന്നോട്ട് പോകുന്നത് പാകിസ്ഥാന്റെ ഇത്തരം വിധ്വംസക പ്രവർത്തനങ്ങൾക്ക് വലിയ തിരിച്ചടിയാണ്. പ്രത്യേകിച്ച് ലഷ്കർ-ഇ-തോയ്ബയ്ക്കും അതുമായി ചേർന്ന് പ്രവർത്തിക്കുന്ന ഭീകര സംഘടനകൾക്കും തിരിച്ചടിയാണ്. അതിന്റെ കൂടി അടിസ്ഥാനത്തിൽ അവിടെ ഒരു അസ്വസ്ഥത ഉണ്ടാക്കുക, മത സാമുദായിക ഭിന്നിപ്പ് ഉണ്ടാക്കുക എന്ന് തന്നെയാണ് ഭീകരവാദികൾ ഉദ്ദേശിക്കുന്നത്. ആ സാഹചര്യത്തിലാണ് ഇത്തരം ചില ആക്രമണങ്ങൾ പ്രത്യേകിച്ച് തദ്ദേശവാസികളായ ആൾക്കാർക്ക് നേരെയും ഒപ്പം തന്നെ മറ്റു സ്ഥലങ്ങളിൽ നിന്ന് എത്തുന്നവർക്ക് നേരെയും ഉണ്ടാക്കുക. അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായും കശ്മീർ അശാന്തമാണെന്നൊരു പ്രതീതി ലോകത്താകെ തന്നെ ഉണ്ടാക്കാനുള്ള ശ്രമം ഉണ്ടാകും. അത് സർക്കാരിനെതിരെ ഉപയോഗിക്കാൻ കഴിയും. അത് മനസ്സിലാക്കി തന്നെയാണ് പ്രതിപക്ഷ പാർട്ടികൾ ഒറ്റക്കെട്ടായി തന്നെ നിലവിൽ സർക്കാരിന് മുന്നിൽ അണിനിരന്നിരിക്കുന്നത്. ഒരു തരത്തിലും ഇത്തരം ആക്രമണങ്ങൾ നടത്തുന്ന അല്ലെങ്കിൽ ഇത്തരം നിലപാടുകൾ എടുക്കുന്നവരെ അവർക്കെതിരെ വിട്ടുവീഴ്ച വേണ്ട എന്ന് തന്നെയാണ് അവർ വ്യക്തമാക്കിയിരിക്കുന്നത്. ഏതായാലും ശക്തമായ നടപടികൾ ഇതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുമെന്ന് അവർ വ്യക്തമാക്കുകയും ചെയ്തിരിക്കുന്നു. അമ്പിളി, പ്രശാന്ത്, അവസാനമായി എല്ലാവിധ ജാഗ്രതയോടും അതുപോലെ തന്നെ പഴുതടച്ചുള്ള ശക്തമായ നടപടികളുമായൊക്കെ മുന്നോട്ട് പോകുമ്പോൾ പാകിസ്ഥാനും ഇന്ത്യയും തമ്മിലുള്ള ഭിന്നത രൂക്ഷമാവുകയാണ്. നയതന്ത്ര തലത്തിലെല്ലാം ഇന്ത്യ കടുത്ത നിലപാട് കടുപ്പിച്ചതോടുകൂടി ശ്രീനഗറിലെ സർക്കാർ മെഡിക്കൽ കോളേജ് അടക്കമുള്ള ആശുപത്രികൾക്ക് ഒരു ജാഗ്രതാ നിർദ്ദേശവും നൽകിയിട്ടുണ്ട് സർക്കാർ. അതായത് ജീവനക്കാരുടെ അവധി അടക്കം നിയന്ത്രിക്കുന്ന തരത്തിലേക്കുള്ള ഒരു നിർദ്ദേശമാണ്. ഒരു അടിയന്തര സാഹചര്യം നേരിടാൻ തയ്യാറായി നിൽക്കണമെന്ന ഒരു അറിയിപ്പൊക്കെ ഉണ്ടല്ലോ. നയതന്ത്ര തലത്തിൽ പാകിസ്ഥാൻ ഒറ്റപ്പെടുന്നുണ്ട് എന്നുള്ളത് വസ്തുത തന്നെയാണ്. കാരണം പ്രത്യേകിച്ച് കൂടുതൽ രാജ്യങ്ങൾ നമുക്ക് പിന്തുണയുമായി എത്തുന്ന ഒരു സാഹചര്യമുണ്ട്. ഒരു തരത്തിലും ഇത്തരം നിലപാടുകൾ അംഗീകരിക്കാൻ കഴിയില്ല എന്ന് തന്നെയാണ് കൂടുതൽ രാജ്യങ്ങൾ അവരുടെ വിദേശകാര്യ മന്ത്രാലയങ്ങളും ഒപ്പം തന്നെ വിദേശ പ്രതികളും അംബാസിഡർമാരുമെല്ലാം തന്നെ നിലപാട് വ്യക്തമാക്കിയിട്ടുള്ളത്. അല്പസമയം മുമ്പ് നേരത്തെ തന്നെ അമേരിക്കൻ പ്രസിഡന്റ് അടക്കം ചില നിലപാടുകൾ വ്യക്തമാക്കിയിരിക്കുന്ന യുദ്ധം അല്ലെങ്കിൽ ഈ തരത്തിലുള്ള തർക്കങ്ങൾ തുടർന്നു പോകുന്നത് ശരിയായ നിലപാടല്ല. 1500ഓളം വർഷത്തെ തർക്കമാണ് കശ്മീരുമായി ബന്ധപ്പെട്ട പാകിസ്ഥാനും ഇന്ത്യയുമായുള്ളത്. ഇരു രാജ്യങ്ങളും എൻ്റെ സുഹൃത്തുക്കളാണ് എന്നുള്ളതാണ് ട്രംപ് വ്യക്തമാക്കിയത്. പക്ഷേ ഈ സ്ഥിതി മോശമായി പോകുന്നത് അത്ര നല്ല രീതിയല്ല എന്നുകൂടി അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. അപ്പോഴും നേരത്തെ നമ്മൾ സൂചിപ്പിച്ച പോലെ തന്നെ അർജന്റീന അടക്കമുള്ള ചില രാജ്യങ്ങൾ, അതോടൊപ്പം തന്നെ നിരവധി രാജ്യങ്ങളാണ് ഇത്തരത്തിൽ ഇന്ത്യക്കൊപ്പം നിൽക്കാമെന്ന നിലപാടുമായി മുന്നോട്ട് പോകുന്നത്. ഇത്തരത്തിൽ അതായത് ഒരു രാജ്യത്തിൻ്റെ സംവിധാനത്തെ ആകെ തന്നെ അസ്ഥിരതപ്പെടുത്തുന്ന ശക്തികൾക്കെതിരെ അവർക്ക് പിന്തുണ നൽകുന്ന നിലപാട് ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയില്ല എന്ന് തന്നെയാണ് ഇന്ത്യയുടെ നയതന്ത്ര സഖ്യകക്ഷികളായ ആളുകളെല്ലാം തന്നെ, രാജ്യങ്ങളെല്ലാം തന്നെ വ്യക്തമാക്കുന്നത്. മറ്റൊന്ന്, അതീവ ഗുരുതരമായ ഒരു സാഹചര്യം അതിർത്തിയിലാകെ തന്നെ ഉടലെടുക്കുന്നുണ്ട്, പ്രത്യേകിച്ച് ജമ്മു കാശ്മീർ കേന്ദ്രീകരിച്ച്. കാരണം സിന്ധു നദീജല കരാർ പിൻവലിച്ചതോടുകൂടി തന്നെ പാകിസ്ഥാൻ കുറെ കൂടി അസ്വസ്ഥമായിട്ടുണ്ട്. പ്രത്യേകിച്ച്
ഉന്നയിച്ച് അത് രാജ്യത്തിനെതിരെയുള്ള യുദ്ധപ്രഖ്യാപനമെന്ന് തന്നെയാണ് പാകിസ്ഥാൻ വ്യക്തമാക്കുന്നത്. ആ ഒരു ഘട്ടത്തിൽ തുടർ നടപടികൾ ഉണ്ടാകാനുള്ള സാധ്യത മുന്നിൽ കണ്ട് തന്നെയാണ് കൂടുതൽ സേനാ വിന്യാസം നമ്മൾ അതിർത്തി മേഖലയിലാകെ തന്നെ നടത്തിയിട്ടുള്ളത്, പരിശോധന കർശനമാക്കിയത്. ഒപ്പം തന്നെ ഏതെങ്കിലും തരത്തിലൊരു സൈനിക നീക്കം ഉണ്ടായാൽ കരുതിയിരിക്കാവുന്നതിന്റെ ഭാഗമായാണ് ജമ്മുവിലും ശ്രീനഗറിലുമുള്ള ആശുപത്രികളിലൊക്കെ തന്നെ ജാഗ്രതാ നിർദ്ദേശം നൽകുകയും ജീവനക്കാരോട് അവധിയിൽ പോകരുത് എന്നുള്ള നിർദ്ദേശം നൽകുകയും ചെയ്തത്. പഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ അതിർത്തിയിൽ സുരക്ഷ ശക്തമാക്കുകയാണ്. കശ്മീരിൽ ഭീകരവിരുദ്ധ നടപടികൾ ശക്തമാക്കി പീർപഞ്ചൽ കേന്ദ്രീകരിച്ച് അന്വേഷണം നടക്കുകയാണ്. പാകിസ്ഥാനും ഇന്ത്യക്കുമിടയിലെ ഭിന്നത രൂക്ഷമാകുമ്പോഴാണ് അടിയന്തര സാഹചര്യം നേരിടണമെന്നൊക്കെ ആവശ്യപ്പെട്ടുകൊണ്ട് ശ്രീനഗറിലെ ആശുപത്രിയിലടക്കം ജീവനക്കാരുടെ അവധി അടക്കം നിയന്ത്രിക്കാനുള്ള തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. ഏത് അടിയന്തര സാഹചര്യവും നേരിടാൻ തയ്യാറാകണമെന്ന നിർദ്ദേശമുണ്ട്. ഒപ്പം തന്നെ UN രക്ഷാസമിതി അടക്കം കർശനമായ നിലപാടും രൂക്ഷമായ വിമർശനവുമാണ് ഭീകരവാദത്തിനെതിരെ ഉന്നയിച്ചിട്ടുള്ളത്. KK പ്രശാന്താണ് വിശദാംശങ്ങൾ നൽകിയത്.